ഫ്രണ്ട്സേ, ധന്യാണേ. അപ്പോഴേ ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് അർഹതപ്പെട്ട ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത് പിന്നെ ഒരു ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും 50ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ അവരുടെ ഒരു സ്നേഹവും അല്ലെങ്കിൽ അവരുടെ ഒരു കരുതലും കൂടി ചേർന്നിട്ടാണ് നമുക്ക് ഇന്നും ഭക്ഷണം ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഓർഡർ ചെയ്തത് അവരുടെ മരുമോളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു മരുമോളെയൊക്കെ കിട്ടാൻ ശരിക്കും പറഞ്ഞാൽ ഭാഗ്യം ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എത്ര ആയുസ് ദൈവം അവർക്ക് കൊടുക്കാൻ കഴിയുന്നു അത്രയും ആയുസോടുകൂടെ അവർ സന്തോഷത്തോടെ ജീവിച്ചു പോകണം തന്നെയാണ്. അല്ലെങ്കിൽ സന്തോഷത്തോടെ അങ്ങനെ ജീവിച്ച് ഹാപ്പി ആയിട്ട് കുട്ടികളും മക്കളായിട്ടൊക്കെ ജീവിച്ചു പോകണം, ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ ഈ ഭക്ഷണം കൊണ്ടുപോകുന്ന ആളുകൾ, ഭക്ഷണം ഞാൻ കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ, അവരും ഇന്നലെയൊക്കെ ഒരുപാട് പറഞ്ഞിരുന്നു കേട്ടോ. ഒരു നേരത്തെ ഭക്ഷണമൊക്കെ ഞങ്ങൾക്ക് തരുന്നുണ്ടല്ലോ, എല്ലാവർക്കും നല്ലത് വരട്ടെ, എന്തായാലും അങ്ങനെയൊക്കെ ഒരു രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം ഓർഡർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. തിങ്കൾ തുടങ്ങി ശനി വരെ നമ്മൾ സാധാ ചോറാണ് കൊടുക്കുന്നത്. ഓരോ ദിവസവും കറികൾ മാറി മാറിയിട്ടായിരിക്കും വരിക, ഉപ്പേരികളും അതേപോലെ മാറി മാറിയിട്ടായിരിക്കും വരിക. അപ്പോൾ ഊണ് വന്നിട്ട് 80 രൂപയാണ്. പാർസൽ ആയതുകൊണ്ടാണ് 80 നമ്മൾ പറയുന്നത്. പിന്നെ ഞായറാഴ്ച നമ്മൾ സ്പെഷ്യലായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ബിരിയാണിയോ നെയ്ച്ചോറോ പായസമോ, ഇന്ന് അവരുടെ വക ഇന്ന് പായസം ഉണ്ട് കേട്ടോ, അതും കൂടെ ഞാൻ വിട്ടുപോയി. ഇന്ന് ബിരിയാണിയും പായസമാണ് അവരിന്ന് നമുക്ക് ഓർഡർ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ബിരിയാണിയൊക്കെ ആയി, മുട്ട ഒന്ന് വേവാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് റെഡി ആയിട്ട് വേണം ഒന്ന് പാക്ക് ചെയ്യാനായിട്ട്. ബിരിയാണി കൊടുക്കാൻ പോലെ നമുക്ക് ഉണ്ണി ആദ്യമായിട്ട് വരുന്ന ബിരിയാണി കൊടുക്കാമല്ലോ. നല്ല വാ അയ്യോ. അപ്പോൾ അതാ ബിരിയാണി പാക്ക് ചെയ്തു, നമ്മളിതാ കൊണ്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർഡർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരാം കേട്ടോ. ടാറ്റാ. ഓ, ഞാൻ ശ്രീകുട്ടിയും ബദ്രിയും ഉണ്ട് കേട്ടോ. ബദ്രിയാണ് നമ്മുടെ ക്യാമറാമാൻ. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് ഇന്ന് ഫുഡ് കൊടുക്കാൻ പോണത്. അവരും കാണട്ടെ, ഒരു നേരം ഭക്ഷണം കിട്ടാത്ത ആളുകൾ നമ്മുടെ ചുറ്റിലും ഉണ്ടെന്ന് ഇവരും കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇവരെയും കൊണ്ടുപോകണത്, അല്ലേ സുത്തുമ? ബാബാ. കൊടുത്തോ. മതി അത്ര മതി. ശരിട്ടാ.